ഇവരുടെ ഇടപാടുകൾ എറണാകുളം വെണ്ണയിലാണോ ബോംബെയിലാണോ എന്ന് എനിക്ക് അന്വേഷിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ വിഷമമുണ്ട്. നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? ഇനി വളരെ മോശമായിട്ട് ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീന കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീന കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. ഹലോ, ഐ ആം മുകേഷ് രാധാ മാധവ്. പറയാതിരിക്കാൻ വയ്യ, അമ്മ എന്ന പേരാണ്. പക്ഷെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒരമ്മ ചെയ്യാത്ത രീതികളാണ്. ഇവിടെ ഈ പുതിയ നേതൃത്വമാറ്റം തന്നെ വന്നത് സ്ത്രീകൾക്ക് മുൻഗണന നൽകാനും അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനും അതിന് പെട്ടെന്ന് ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടിയായിരിക്കും സ്ത്രീകളെ തന്നെ മുൻനിരയിൽ കൊണ്ടുവരികയും വിജയിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഈ സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായി തീരുന്നത്. അവിടേക്ക് എടുത്തു പറയേണ്ടത് മഹാനടനായ ലാലേട്ടൻ്റെ പേര് വരെ ഇപ്പോൾ വലിച്ചിട്ടിരിക്കുകയാണ്. അതും ഒരു തെളിവുമില്ലാതാണ് അമ്മയിലെ താരങ്ങൾ ആ അവിധം പറഞ്ഞു നടക്കുന്നത്. എടുത്തു പറയണ പോലെ ലക്ഷ്മിപ്രിയ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഒരു കാര്യവുമില്ലാതാണ് മഹാനടന്മാരെക്കുറിച്ചും അൻസിബയെക്കുറിച്ചും അവിഹിതം പറഞ്ഞത്. അതെവിടെയോ ആരോ പറഞ്ഞ കാര്യം കേട്ട് ഇത്രയും വലിയ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? അവിടെയൊക്കെ ഹൻസിബയുടെ ജാതി ഇല്ലെങ്കിൽ മതം അതൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ടോ? പ്രശ്നമായി തീർന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അതാണിപ്പോൾ പലരും തെളിഞ്ഞും മറിഞ്ഞൊക്കെ പുറത്ത് പറയുന്നത്. ഒരുപക്ഷെ ഹൻസിബ ജയിച്ചത് തന്നെ എതിരില്ലാതെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രിമികടിയുള്ള 1, 2, 3 പേര് കാണുമായിരിക്കും. അവരായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും. അതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ചിലർ പറയും, എന്തിന് ഹൻസിബ ഇതെല്ലാം പുറത്തു വന്ന് പറഞ്ഞു? അകത്ത് തന്നെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ, അകത്തല്ലേ പറയേണ്ടതെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഹൻസിബ ഇതെല്ലാം ആദ്യം തന്നെ അകത്ത് പരാതി എന്ന നിലയിൽ കൊടുത്തിരുന്നു. എന്നാൽ അതിനൊന്നും ഹൻസിബ വിചാരിച്ച രീതിയിലുള്ള റിപ്ലൈ അല്ലായിരുന്നു കിട്ടിയത്. അതുപോലെ തന്നെ ഹൻസിബ വീണ്ടും ആക്ഷേപിക്കപ്പെടുകയാണ് ചെയ്തത്. അവിടെയൊക്കെ പ്രഗത്ഭരായ പല ആണുങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ഹൻസിബ ഇങ്ങനെയൊക്കെ പറയുകയും അതുപോലെ തന്നെ ജാതി വിവേചനവും DNA ശരിയല്ല എന്ന രീതിയിലൊക്കെ സംസാരം വന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ഹൻസിബ വളരെ വിഷമത്തോടെ സംസാരിക്കുന്ന ഒരു ഓഡിയോ ആണ്. അതും അവരുടെ ഗ്രൂപ്പിൽ സംസാരിച്ച ഒരു ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വിഷമത്തോടെ ആയിരിക്കും ഹൻസിബ അമ്മയിൽ നിന്ന് രാജിവെച്ചതെന്ന്. എന്തായാലും ഹൻസിബയുടെ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ഹൻസിബയും ലാലേട്ടനും ചേർത്ത് മോശമായിട്ട് രീതിയിൽ സംസാരിക്കുന്നതുമുണ്ട്. എന്തായാലും ആദ്യം ഹൻസിബ എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ ഹൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും. ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ആലപ്പി അഷ്റഫിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ആ രീതിയിലാണ് ഹൻസിബയെ കുറിച്ച് പറയുന്നത്. എന്തായാലും കേട്ടു നോക്കാം. സമക്ഷം ആവലാദികൾ പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത് ഹൻസിബ ഹസനാണ്. തന്റെ നേരെയുണ്ടായ മാനസിക പീഡനവും ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെയുമാണത്. ഹൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറി ആയിരുന്നല്ലോ. അങ്ങനെ അവരെ തെരഞ്ഞെടുക്കണമെങ്കിൽ താരസംഘടനയിലെ അംഗങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും അടുപ്പവും എത്രയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാൽ വിരലിലെണ്ണാവുന്ന ചിലർക്കെങ്കിലും അവളോട് ഇഷ്ടക്കുറവുണ്ടായി. അതിന് കാരണം അവളിലുള്ള പോരായ്മകളോ കുറ്റങ്ങളോ അല്ല, അവൾ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്. ഇവിടെ ഞാനൊരു കാര്യം തുറന്നു പറയാം. ഇവിടെ ജാതി വിവേചനമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയണം. അത് പൂർണ്ണമായിട്ട് അങ്ങ് എടുത്ത് മാറ്റാനൊന്നും കഴിയത്തില്ല. അത് പൂർണ്ണമായിട്ട് മാറാനും കഴിയത്തില്ല. ഇപ്പോഴും ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്, ഈ രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അതും ഹൻസിബയ്ക്ക് അങ്ങനൊരു ജാതി വിവേചനം ഉണ്ടായിട്ടുണ്ട്, ഹൻസിബയെ ഇന്ന മതത്തിന്റെ പേരിൽ ഈ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. പക്ഷേ ഹൻസിബ പോലും അതറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അമ്മയുടെ ഒരു ഭാരവാഹിയും എന്റെ അടുത്ത സുഹൃത്തുമായ ഒരു നടൻ എന്നോട് വളരെ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഹൻസിബയുടെ പേര് കണ്ടപ്പോൾ അതെ, ഹൻസിബ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അവിടെയൊക്കെ ഓർക്കേണ്ടത് ഒരു 100-400 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു 10 പേര്, ആ കുറേ പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇഷ്ടമല്ലാത്തവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ രീതിയിലുള്ള സംസാരം വന്നതും ഹൻസിബയെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തുകയും ഹൻസിബ മോശമാണ്, മഹാനടന്മാരുടെ കൂടെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇങ്ങനെ കുറച്ച് പേര് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ചിലരൊക്കെ വിശ്വസിക്കും. അതിനൊക്കെ കാരണമാക്കിയത് ഹൻസിബയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ആയിരിക്കാം. അതിനുശേഷം എതിരില്ലാതെ ജയിച്ചതൊക്കെ പലർക്കും അത് ഇഷ്ടമായില്ല എന്നുള്ളതാണ്
എടുത്തു പറയേണ്ടത്. നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു നടൻ പറയുകയുണ്ടായി, ആ മേത്തച്ചിയുടെ പേര് അതിൽ നിന്നും വെട്ടിക്കളയുക. അവൾ മോഹൻലാലിന്, ബാക്കി ഞാൻ പറയുന്നില്ല, അത് അശ്ലീലമാണ്. ഇങ്ങനെ ഒരു ജാതി വിവേചന കമന്റ് ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇതറിഞ്ഞവരും കേട്ടവരുമായ ഒരുപാട് പേര് താരസംഘടനയിലുണ്ട്. അവിടെ തുടങ്ങിയതാണ് അൻസിബയ്ക്ക് നേരെയുള്ള ജാതി വിവേചനം. അൻസിബയ്ക്ക് നേരെ പിന്നെ അങ്ങോട്ട് ജിഹാദി, തീവ്രവാദി, മതം മാറ്റം നടത്തുന്നവൾ എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒറ്റപ്പെടുത്തലുകൾ ആരംഭിച്ചു. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംസ്കാര മായ ഇത്തരം വേർതിരിവുകൾ സംസ്കാര സമ്പന്നരെന്ന് ഊറ്റം കൊള്ളുന്ന സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാർ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. അത് ശരിയാണ്. ഒരു മാരേജ് പോലും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ അഭീത കഥകൾ പറയുകയും അതുപോലെ തന്നെ അവളുടെ DNA ശരിയല്ല, അവൾ ജിഹാദിയാണ്, അവൾ മതപരിവർത്തനം നടത്തുന്നു എന്ന രീതിയിലൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്യുകയും അത് ഒതുക്കത്തിലൊക്കെ പറയുമ്പോൾ എങ്ങനെയാലും അൻസിബ അറിയും. കാരണം അൻസിബയെ ഇഷ്ടപ്പെടുന്നവരും ആ ഗ്രൂപ്പിലുണ്ട്, അതായത് അമ്മയിലുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അമ്മയിലെ എല്ലാ അംഗങ്ങളും മോശക്കാരല്ല, കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേർക്കാണ് ഈ അൻസിബയൊക്കെ ഒരു വലിയ വിഷയം. അതുകൊണ്ട് തന്നെ എതിരില്ലാതെ ജയിച്ച അൻസിബയെ എങ്ങനെയെങ്കിലും അവർ പുറത്താക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അൻസിബയുടെ പരാതി പോലും അവിടെ എടുത്തില്ല എന്നുള്ളതും അതിനെ ഒരു ഗൗരവമായിട്ട് കണ്ടില്ല എന്നുള്ളതും ഈ വോയിസിൽ നിന്ന് വ്യക്തമാവുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അൻസിബ പുറത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി വന്നു. നീനാക്കുറുപ്പ് ചെയ്തത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനു മുമ്പും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആരും സാക്ഷി പറയാൻ കാണത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അവിടെയൊക്കെ സഹപ്രവർത്തകരല്ലേ, നാളെ നമ്മൾ കാണേണ്ടവരല്ലേ, അവർ കുറ്റം ചെയ്തോട്ടെ, ക്ഷമിച്ചോളും, ഇതങ്ങ് നാളെ കടന്നു പോകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർ തന്നെയാണ് ഇവരെയൊക്കെ വഷളാക്കുന്നതും. ഇപ്പോൾ എന്തായാലും നീനാക്കുറുപ്പിനെ പോലുള്ളവർ തുറന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ പലരുടെയും യഥാർത്ഥ മുഖം പുറത്തു വന്നു തുടങ്ങി. അവിടെ നീനാക്കുറുപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അൻസിബ പറഞ്ഞതെല്ലാം സത്യമാണ്. അൻസിബയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൻസിബയെ മോശമാക്കുന്ന രീതിയിൽ പല വർത്തമാനങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അത് ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നീനാക്കുറുപ്പിന്റെ ആ ധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അവിടെയൊക്കെ നീനാക്കുറുപ്പ് എന്താണ് പറഞ്ഞങ്ങളൊന്നും കേട്ടു നോക്കാം. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ ആക്ഷേപിച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നുണ്ട് എന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോള് ചെയ്യുന്നത്. അപ്പോഴും ഓർക്കണം, ടിനിയുടെ ഈ വർത്തമാനം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ടെന്ന്. അതും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന കുറെ പേർ ടിനിയുടെ ഈ വർത്തമാനം കേട്ട് ഒന്നും മിണ്ടാതെ നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ പ്രതികരിച്ചത് നീനാക്കുറുപ്പ് മാത്രമാണ്. അതും DNA വെച്ച് കളിയാക്കിക്കൊണ്ടാണ് ടിനി ടോം പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ്, ആളുടെ DNAക്കാണ് കുഴപ്പമെന്ന്. അതിൻ്റെ ഫലങ്ങളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ എടുത്തു പറയേണ്ടത്, ടിനി ടോം ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും പലരും മിണ്ടാതെ നിന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെ ആവർത്തിക്കും എന്നുള്ള ധൈര്യം കൊണ്ടായിരിക്കണം ടിനി ടോം വീണ്ടും ഇതൊക്കെ പറഞ്ഞത്. എന്നാൽ നീനാക്കുറുപ്പ് ഉള്ള കാര്യം തുറന്നടിച്ച് അൻസിബയുടെ അടുത്ത് പറഞ്ഞു. അൻസിബ പോയതിന് ശേഷം നിന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ശരിയായുള്ള കാര്യമല്ല. ഇത് ടിനി ടോമിൻ്റെ മുന്നിൽ വെച്ചാണ് വിളിക്കുന്നതും പറയുന്നതും. അതുപോലെ തന്നെ ടിനി ടോമിൻ്റെ അടുത്തും ഞാനിത് എവിടെയും സാക്ഷിയായിട്ട് പറയുമെന്നാണ് പറയുന്നത്. ആ പറയാനുള്ള ചങ്കൂറ്റത്തെയാണ് ജനങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നത്. അത് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. ടിനിയുടെ ഈ വകയുള്ള അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട്, അൻസിബയോട്, ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. സ്റ്റോപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ പിന്നീട് അവർ പറയത്തില്ലായിരുന്നു. ഇത് എന്ത് പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിന് ഉദാഹരണമാണ് അവിടെയെല്ലാം CCTV സ്ഥാപിച്ചത്.
അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്, എവിടെ പോയാലും CCTV വിത്ത് ഓടിയാണ്, എന്താണ് ഇതൊരു കുടുംബമല്ലേ, ഒന്ന് രഹസ്യമായിട്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ, എന്തിനാണ് ഇത്രയും CCTV, ഇതൊരു കുടുംബമല്ലേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അവിടെ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ CCTVയിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല എന്നുള്ള വിചാരമുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ സംസാരിച്ചതെന്നാണ്. അതായത് അവർക്ക് എന്തും പറയാം, അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നാലും ആരും കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല എന്നാണ് ലക്ഷ്മിപ്രിയയും ടിനിയൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ അക്കൂട്ടത്തിലുള്ള ഒരാളല്ലായിരുന്നു നീനാക്കുറുപ്പ്. നീനാക്കുറുപ്പ് കംപ്ലൈൻറ്റ് ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം, അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. ഒരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവിടെ തന്നെ നിൽക്കണം. ഇനി എന്ത് വന്നാലും ഇതിനെയൊക്കെ എതിർത്ത് തന്നെ നിൽക്കണം. പക്ഷെ അൻസിബയുടെ കാര്യം അങ്ങനല്ല. അൻസിബ വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല പല ആരോപണങ്ങൾ വരുന്നു. അതും മഹാനടന്മാരെയൊക്കെ ചേർത്താണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ സമയത്ത് ആരായാലും ഒന്ന് ചിന്തിക്കും, ഇവരൊക്കെ എന്നെ ഇങ്ങനെയാണല്ലോ കാണുന്നത്, ഇവരോടൊക്കെ എന്തിനു സഹകരിക്കണം, ഇവരിൽ നിന്നും വിട്ടുമാറാം, അതാണ് നല്ലതെന്ന് വിചാരിച്ചായിരിക്കും അൻസിബ രാജി കൊടുത്തതും മാറി നിന്നത്. അതിനെക്കുറിച്ചൊക്കെ അൻസിബ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ പുറത്തു പോയതെന്ന്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിയായുള്ള കാര്യമാണ്. ലക്ഷ്മിപ്രിയ ടിനി ടോമിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അതായത് ടിനി ടോം അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ടിനി ടോം അങ്ങനൊരു വ്യക്തിയല്ല എന്ന നിലയിലാണ് ലക്ഷ്മിപ്രിയ സംസാരിച്ചത്. അവിടെയൊക്കെ ഓർക്കണം, ഒരാളല്ല 2 പേരാണ് പരാതി പറയുന്നത്. ഒന്ന് അൻസിബയും നീനാക്കുറുപ്പും. അവിടെ ഇതെല്ലാം വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നീനാക്കുറുപ്പ്. നീനാക്കുറുപ്പാണ് യഥാർത്ഥ സാക്ഷി. നീനാക്കുറുപ്പിൻ്റെ മുന്നിൽ വെച്ചാണ് പല കാര്യങ്ങളും പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് നീനാക്കുറുപ്പ് അൻസിബയെ ഫോൺ ചെയ്യുകയും അതിൻ്റെ ലൗഡ് സ്പീക്കറിലൂടെ ടിനി ടോം പറയുന്നതെല്ലാം കേട്ടതുമാണ്. അത് അൻസിബ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ടിനി ടോം അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയാണ് എന്ന നിലയിലാണ് ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത്. അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം ടിനി ടോമിന് അനുകൂലമായിട്ടാണ് ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നതെന്ന്. ടിനി ടോം പിന്നെ നീനാക്കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീനാക്കുറുപ്പാണ്. നീനാക്കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് ശരിയാണ്. നിസ്സാരമായ ഒരു കാര്യത്തിനാണ് ലക്ഷ്മിപ്രിയ ചേച്ചി ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. ആ വോയിസ് റെക്കോർഡിൽ നമ്മൾ കേട്ടത്. അതും ആരും മറച്ചു പോകുന്ന വാക്കുകൾ അങ്ങ് പ്രാവി അങ്ങ് കൊല്ലുകയാണ്. ആ രീതിയിലുള്ള ഓഡിയോ ആണ് നമ്മൾ കേട്ടത്. എന്നിട്ടാണ് ആ ഓഡിയോ നല്ലതാണെന്ന് പറഞ്ഞ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ആർക്കാണ് കുഴപ്പമെന്ന് ആ ഓഡിയോയിൽ നിന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. പിന്നെ ഒരു അഭിപ്രായം അവിടെ ആവശ്യമില്ല. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാ പൂ മാ ചാ എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീനാക്കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീനാക്കുറുപ്പ് തന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസും എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് പിന്നെ നീനാക്കുറുപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ, ഇപ്പൊ അൻസിബ ചാനലുകളിൽ പറയുന്ന പോലെ അവര് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ലക്ഷ്മിപ്രിയയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കേട്ട കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ, കേൾക്കാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അതും മഹാനടന്മാരെക്കുറിച്ച് അവീതമുണ്ടെന്നൊക്കെ ലക്ഷ്മിപ്രിയ നേരിട്ട് അറിഞ്ഞ സംഭവമായതുകൊണ്ട് തന്നെ ആയിരിക്കും അതൊക്കെ ഉള്ളതാണെന്ന് ധരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇവിടെ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി കേൾക്കുകയും അത് കോൾ ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കറിലിട്ട് അൻസിബയും കേട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ അൻസിബയെക്കുറിച്ച് ടിനി ടോം അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് അൻസിബ പറഞ്ഞത്, തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതിനെ അനുകൂലിക്കാതെ ടിനി ടോമിനെ അനുകൂലിച്ച് വീഡിയോ ഇട്ടു. അതായത് ടിനി ടോം അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ അതിനെ തെളിയിക്കാൻ നടക്കുന്നതിൽ കാര്യമുണ്ടോ? ഇല്ല. അതുതന്നെയാണ് അൻസിബയുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് ഇതിനു മുമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതിജീവിതയുടെ കാര്യത്തിലും പല സ്ത്രീകളുടെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവർ പറയുന്നത് നടന്നിട്ടില്ല, ഇല്ലെങ്കിൽ അത് രേഖാമൂലം വന്നിട്ടില്ല, രേഖാമൂലം വന്നാൽ മാത്രമേ പരാതി ഉള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ വളച്ചൊടിക്കപ്പെടും. ഇവിടെയും അൻസിബയുടെ കാര്യത്തിലും അത് തന്നെയാണ്. നീ കേട്ടോ, നിനക്ക് നേരിട്ട് അനുഭവം ഉണ്ടായോ, നിന്നെ നേരിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അവിടെയൊക്കെ അൻസിബയ്ക്ക് അതിന് ആൻസർ പറയാൻ കഴിയുമോ? കൂടെയുള്ള ഒരു അംഗം തന്നെയാണ് കേട്ടത്, അതും അവിടുത്തെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ അമ്മയിലെ ആളുകൾ അത് വിശ്വസിക്കത്തില്ല. അതെന്താണ് അത് വിശ്വസിക്കാത്തത്? അവരൊരു വ്യക്തിയല്ലേ, അവർ വളരെ മോശം വ്യക്തിയാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ?
ഇവിടെ നീനാക്കുറുപ്പിനെ മോശം പറഞ്ഞ ഓഡിയോയാണ് നമ്മൾ കേട്ടത്. അവിടെയൊക്കെ നീനാക്കുറുപ്പിനെ മോശം പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത് അവർ ശരിയല്ല എന്ന്, അവർ പറഞ്ഞെടുക്കാൻ ഒക്കത്തില്ല എന്ന്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഒരു അംഗം പോയി പറയുകയാണ് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ചെയ്യത്തേ ഇല്ല എന്ന്. അതായത് ടിനി ടോം എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരാളെ പോലെയാണ് പറയുന്നത്. ടിനി ടോം ഒളിഞ്ഞും മറിഞ്ഞും ചെയ്യുന്ന പ്രവൃത്തി ആർക്ക് കണ്ടുപിടിക്കാൻ കഴിയും? അത് ലക്ഷ്മിപ്രിയ കണ്ടുപിടിക്കാൻ കഴിയുമോ? അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച കാര്യം പറയുന്നത്? അവിടെ ടിനി ടോം ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ട്, അതിന് തെളിവുകളും ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിപ്രിയ വരുന്നത്. അവിടെയൊക്കെ അങ്ങനെയല്ലായിരുന്നു സംസാരിക്കേണ്ടത്. ടിനി ടോം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കണം, കഴമ്പുണ്ടോ എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അവിടെ ആ അന്വേഷണമൊന്നും നടക്കാതെ ഒന്നും ആലോചിക്കാതെ ഒരു വിധി പ്രസ്താവിക്കുകയാണ്. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്യില്ല. അവിടെയൊക്കെ പെട്ടുപോകുന്നത് അൻസിബയെ പോലുള്ളവരാണ്. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. അതെ, ടിനി ടോമിന്റെ വായിൽ നിന്നും മോശമാക്കളൊന്നും വന്നിട്ടേ ഇല്ല. എത്ര വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയും ടിനി ടോം മോശമായിട്ട് സംസാരിക്കുന്നത്? അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ജനങ്ങളിങ്ങനെ പറയുന്നത് ടിനി ടോമിനെതിരെ അന്വേഷണം, അവിടെയൊക്കെ ആ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തി വേണം അന്വേഷണം നടത്താൻ. അല്ലാതെ ടിനി ടോമിനെ മാറ്റി നിർത്താതെയും ടിനി ടോം തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു മുൻവിധിയിൽ ഇത് അന്വേഷിക്കുകയാണെങ്കിൽ ഒരിക്കലും ടിനി ടോം തെറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അവിടെയൊക്കെ ഒരു അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻസിബ ചോദിക്കുന്നത്, എന്തെങ്കിലും ഈ സംഘടന സ്ത്രീക്ക് വേണ്ടി നിന്നിട്ടുണ്ടോ, പുരുഷന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ പുരുഷന്മാരെ ശിക്ഷിക്കുന്നത് പോട്ടെ, നല്ല രീതിയിലൊന്നും താക്കീത് കൊടുക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് കണ്ടുവരുന്നത്. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മോഹൻലാലിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, മോഹൻലാലുമായിട്ട് അവീതമുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പെൺകുട്ടിക്ക് അത് എങ്ങനെ താങ്ങാൻ കഴിയും? അതും മാരേജ് ചെയ്യാത്തൊരു പെൺകുട്ടിക്ക് അത് എങ്ങനെ താങ്ങാൻ കഴിയും? അവൾ ആ സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാനേ നോക്കത്തുള്ളൂ. ഇവിടെ പലരും പറയും എന്തുകൊണ്ട് അൻസിബ രാജിവെച്ചു എന്ന്. എന്നെയും ഇദ്ദേഹത്തെയും കുറിച്ച് അവീത കഥകൾ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേടും ഈ പെൺകുട്ടി തന്നെയല്ലേ? അവിടെയൊക്കെ അത് രഹസ്യമായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കിന് മുന്നിലോട്ട് എടുത്തിട്ടു. അത് എത്രയോ പേര് കണ്ടു, അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആ സമയത്താണ് നമുക്കും ഇതിനെക്കുറിച്ച് പറയേണ്ട അവസ്ഥ വന്നത്. അവിടെയൊക്കെ അന്ന് അൻസിബയ്ക്കുള്ള മാനസിക വിഷമം അത് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഇവിടെ നിന്ന് ചാടിപ്പോകുന്നതാണ് നല്ലത്, ഇവരാരും ശരിയല്ല, ഇവരൊന്നും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകത്തില്ല, അമ്മയിലെ പ്രശ്നങ്ങൾ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും ആണ് എന്നുള്ള രീതിയിലാണ് അൻസിബയ്ക്ക് തന്നെ തോന്നിയത് എന്ന് കരുതി പൂർണ്ണമായിട്ട് അമ്മയെ ആക്ഷേപിക്കുകയല്ല. ഇതിൽ കുറേ കൃമികളുണ്ട്, അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് അൻസിബയെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അമ്മയിലിപ്പോൾ നടക്കുന്നത് അവീത കഥകളുടെ പരമ്പരകളും അത് പറഞ്ഞു നടക്കുന്ന രീതിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.